വെച്ചല്ല. ഈ സ്ഥാപനത്തിൽ വന്ന് കണ്ട് ബോധ്യപ്പെടണം. ഇത് വെച്ച് കച്ചവടം ചെയ്യാനൊന്നും വന്നൊന്നും അല്ല. എന്റെ പ്രഗ്നൻസി വെച്ച് പ്രസവം വിളിച്ച് അമ്മമാരിവിടെ ഇട്ട് പീഡിപ്പിക്കുന്നു. ഉൾക്കാട്ടിലാണ്. പിന്നെ പ്രഗ്നന്റ് ആവുന്നതും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാട്ടി. അമ്മയ്ക്ക് 43 വയസ്സേ ഉള്ളൂ. കമന്റ്സിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നെഗറ്റീവ് ഫാമിലി മാറ്റേഴ്സ് വെച്ച് കണ്ടന്റ് ആക്കി വീഡിയോ ഉള്ള പ്രതികരണം കണ്ടിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇരട്ടിയായി നമ്മുടെ ഈ കുടുംബത്തിലേക്ക് എല്ലാ കാര്യവും. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മള് നമ്മുടെ അമ്മമാരോട് നമുക്ക് വിശേഷം ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ട്വിൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അമ്മമാരോട് ട്വിൻസ് ആണെന്നുള്ള കാര്യം പറയാൻ പോവാ. പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എന്തോ അമ്മ വാങ്ങിച്ചേ? ലഡു ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് പായസം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പൊ ഈ വട്ടം നമ്മൾ ലഡു ആണ് കൊടുക്കുന്നത്. പായസം ഉണ്ടാക്കി കൊടുത്തത് അമ്മ പ്രഗ്നന്റ് ആണ് അറിഞ്ഞ സമയത്ത്. അപ്പൊ നമുക്ക് എന്നാ പോയി കൊടുത്താലോ? അപ്പൊ അവരുടെ സന്തോഷം, ആ എക്സ്പ്രഷൻ ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ ഗൈസ്, അമ്മമാരോട് ഈ കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ സന്തോഷം ഒന്ന് എക്സ്പ്രസ് ചെയ്യും നമുക്ക് അറിയത്തില്ല. കാരണം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഈ ട്വിൻസിനടി അറിയുമ്പോൾ അവർ എന്തായാലും നന്നായിട്ട് ഹാപ്പി ആവും. നമുക്കപ്പം അവരുടെ റിയാക്ഷൻ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. അപ്പൊ അച്ചാച്ചനും മോളും കൂടെ വരുവാ കേട്ടോ. തോളത്തൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി കളിച്ചും ചിരിച്ചാണ് അവര് വരുന്നത്. ഇതാണ് വ്ലോഗർ വർഷ വിജയന്റ്. ഞാനും വർഷേച്ചിയും ഷൈജോണ്ണും അതുപോലെ തന്നെ ഉണ്ണിമോളും അമ്മയൊക്കെ ചെന്നപ്പോഴത്തേക്ക് അമ്മമാരെല്ലാം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ആ തക്കത്തിലാണ് നമ്മൾ അങ്ങോട്ട് ചെന്നതും. അങ്ങനെ വർഷേച്ചിന്റെ മൈക്ക് ടെസ്റ്റിങ്ങിനൊടുവിൽ അമ്മയ്ക്ക് കൈമാറിയിരിക്കുകയാണ് മൈക്ക്. അമ്മമാരെ എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഭയങ്കര മഴയൊക്കെ അല്ലയോ, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത രീതിയിൽ ഭയങ്കര മഴയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഒരു വിശേഷമുണ്ട്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞുമാവ വരാൻ പോകുന്നു പറഞ്ഞായിരുന്നല്ലോ. അതിനകത്ത് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അത് പറയാനായിട്ടുണ്ട്. ഏട്ടൻ നിങ്ങളോട് പറയും കേട്ടോ. നമുക്ക് ഇരട്ടക്കുട്ടികളാണ്. അപ്പം ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് നിങ്ങൾക്ക് ചെറിയൊരു മധുരം കൂടെ തരാം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സമയത്ത് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ അമ്മമാരോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അമ്മമാർക്ക് എവിടെ നിന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അത് കണ്ടു നിന്ന് ഞങ്ങൾക്കും. എല്ലാ കാര്യവും അമ്മമാർക്കൊക്കെ ഒത്തിരി സന്തോഷമായി. കുറച്ച് അമ്മമാരെ വയറ്റിലൊക്കെ ഉമ്മ കൊടുക്കുന്നു. ലഡു കൊടുക്കുവാണോ കഴിക്കുവാണോ? രണ്ടും കൂടെ. മധുരമാണെങ്കിൽ അങ്ങ് തിന്നും. നേരത്തെ അവിടെ നിന്ന് ഒരമ്മ വയറ്റിലോട്ട് വെച്ചു കൊടുത്ത്. ടാറ്റ എടുത്ത് ഉണ്ണുമോൾ എല്ലാവരും ടാറ്റ എടുത്തേ. ടാറ്റ.
അപ്പൊ ഗൈസ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മമാര് ഇങ്ങനെ സന്തോഷമായിരുന്നു അവർക്ക്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ അതിൽ നിന്ന് ഇരട്ടിയായി കുറേ പേര് അമ്മമാര് വന്നിട്ട് അമ്മേന്റെ വയറ്റിൽ ഇങ്ങനെ തൊടുകയും ഉമ്മയ്ക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ ഒട്ടും അമ്മമാരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഒരു വീട്ടുകാരാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 2 അതിഥി, 1 അല്ല 2 അതിഥി വരുന്ന പറയുമ്പം അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി ഹാപ്പിയായി. അവരുടെയൊക്കെ ആ ഒരു അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുന്നതെല്ലാം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അമ്മമാർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. കാരണം ഇനിയിപ്പോൾ അവരും നമ്മളെ പോലെ തന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കിയിരിക്കുവാണ് 2 പേര് വരുന്നതായിട്ട്. അപ്പം ആരോഗ്യമുള്ള 2 പേര് വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ അമ്മമാര് മാത്രമല്ല അച്ഛന്മാരും ഉണ്ട്. അതിൽ 1-2 അച്ഛന്മാർക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ചില അമ്മമാരും അച്ഛന്മാരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പോലും എണീറ്റ് വന്ന് അമ്മേൻ്റെ വയറ്റിൽ തൊടുകയും അമ്മ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് അങ്ങോട്ട് വരണ്ട, ഇവിടെ നിന്നാൽ മതി മോളെ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവർക്ക് വയ്യെങ്കിൽ പോലും അവരുടെ സ്നേഹത്തോടുള്ള പ്രതികരണം കണ്ടിട്ട് സത്യത്തിൽ ഞങ്ങൾക്കെല്ലാം നല്ല സന്തോഷം. കാരണം നമ്മൾ അന്നദാന പന്തലിച്ച് വലുതല്ല നല്ല വലുതാ. അപ്പൊ അങ്ങ് ലാസ്റ്റ് ഇരിക്കുന്ന അമ്മമാര് വരെ എണീറ്റ് വന്ന്, കാല് വയ്യാത്ത അമ്മമാരാണ്, ആ അമ്മമാര് വരെ എണീറ്റ് വന്ന് അവിടെ നിന്നാ മതി നടക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഇവിടം വരെ വന്ന് അമ്മേന്റെ വയറ്റിൽ തൊടുകയും അതുപോലെ തന്നെ ഉമ്മ കൊടുക്കുകയും നല്ല പ്രസവമായിരിക്കും എന്ന് വെച്ചാൽ ബേബിക്ക് കുഴപ്പമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ പോലെയും അവരെ പോലെയും നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലി ആർക്ക് വേണ്ടിയിട്ടാണ്? ബേബീസിന് വേണ്ടിയിട്ടും പിന്നെ ഉണ്ണിമോക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അമ്മേന്റെ ടിങ്സ് ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാട്ടി അപ്പുറമായിരുന്നു നമുക്ക് വന്ന കോൾസ്, മെസ്സേജ്, അതുപോലെ കമന്റ്സിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നെഗറ്റീവൊക്കെ ഇട്ടവരെ തെറിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആരാ? സ്നേഹിക്കുന്നവര്. നമ്മൾ അത് കണ്ട് റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് അവരതിന് കണ്ട് റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ മേലെ ഇത് വന്ന് പറയലും നിനക്കൊന്നും കാണാൻ പറ്റത്തി, ഈ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി അമ്മമാരുണ്ട്. മുമ്പ് പിന്നെയും കുറച്ചുകൂടെ ഒരു നെഗറ്റീവ് എന്ന് പറയാം അന്ന് പോലത്തെ കുറെ കമന്റ്സ് വന്നു. പക്ഷെ ഈ പ്രാവശ്യം കൂടുതലും നമ്മൾ സ്നേഹിക്കുന്നവര് പോസിറ്റീവ് കമന്റ്സ്. അതില് നെഗറ്റീവ് എനിക്ക് 100-ൽ 5% വന്നോളൂ. ആ 5% വന്നവരെ ഈ 95% നമ്മളെ സ്നേഹിക്കുന്നവരും തെറിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആട്ടി പായിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ നിന്ന്. പിന്നെ ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് വെച്ച് കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനോട് ഒരു കാര്യം പറയണം. അമ്മയ്ക്ക് 43 വയസ്സേ ഉള്ളൂ, 60 വയസ്സൊന്നും ഇല്ല. പിന്നെ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയൊരു പിണക്കവും കാര്യങ്ങളൊക്കെ ഒരു കൂട്ടുകുടുംബം ആകുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ചെറിയ അറിവില്ലായ്മയും ചെറിയ തെറ്റുകൾ. ഞാൻ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പോലും അതിന്റെ താഴെ വിഷമത്തോടുകൂടി ഒരു പോസ്റ്റ് ഇടുമ്പോൾ പോലും അതിന്റെ താഴെ ഒത്തിരി അമ്മമാർ വന്നിട്ട് വരും പ്രായത്തിന്റെ ആണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, പക്ഷെ നിങ്ങൾ ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഒരു വീട്ടിലൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു വിഷമോ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേരും. അപ്പം മെയിനായിട്ട് യൂട്യൂബേഴ്സിനോടാണ് ഈ കാര്യം പറയുന്നത്. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. പിന്നെ വേറെ നിങ്ങൾ ചെയ്തോളൂ, കണ്ടന്റ് ആക്കിക്കോളൂ. കാരണം നിങ്ങൾക്കും കണ്ടന്റ് ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ കണ്ടന്റ് എടുത്തോളൂ. പക്ഷെ അത്രയും നെഗറ്റീവ് ആക്കി ഇടാതെ അല്പം ഞങ്ങളെ ഒന്ന് എന്താ പറയാ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ വേണം ഇടാൻ. നമ്മളിപ്പം എല്ലാം ഇപ്പൊ ഒരാള് നമ്മൾക്ക് വന്ന് ഒരു കുറ്റം പറഞ്ഞിട്ട് വേറൊരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പോയി ചിലപ്പോൾ മിണ്ടുമായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ എല്ലാരെയും മനസ്സിലാക്കിയിട്ട് മാക്സിമം നിങ്ങൾ ഓരോ കണ്ടന്റ് എന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ടന്റ് ആക്കിയണമെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യണം. പിന്നെ എന്റെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് 43 വയസ്സേ ഉള്ളൂ, 60 വയസ്സില്ല. പിന്നെ ചോദിക്കുന്നുണ്ട് മോൻ എത്ര വയസ്സാ, മൂക്ക് എത്ര വയസ്സാണ്? എനിക്ക് 23 വയസ്സ്, ഉണ്ണിയേട്ടന് 25 വയസ്സ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് 20 ആവുന്നു, ഉണ്ണിമോക്ക് 1 വയസ്സായിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ മാറിയല്ലോ. അപ്പൊ അമ്മയ്ക്ക് വെറും 43 വയസ്സേ ഉള്ളൂ. അപ്പം 60 വയസ്സല്ല, 53 വയസ്സും അല്ല. പിന്നെ പ്രഗ്നന്റ് ആവുന്നതും അതും ടിൻസ് ആണെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ വ്ളോഗ്സ് ഒക്കെ നമ്മൾ ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം വന്ന് പ്രഗ്നന്റ് ആകുമ്പോൾ ഇത് വെച്ച് കച്ചവടം ചെയ്യാനൊന്നും വന്നൊന്നും അല്ല. നമ്മൾ കുറേ നാളും കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാര്. അപ്പം ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നേരത്തെ മുതലേ ഒരു 2-3 വർഷം മുമ്പ് മുതലേ 2 വർഷം മുതലേ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അല്ല ചില കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു ഇതുപോലെ ഞങ്ങൾ പ്രസവം വിൽറ്റ് കാശുണ്ടാക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നമ്മളെല്ലാ നെഗറ്റീവിനും മറുപടി കൊടുക്കാൻ നിൽക്കുന്നില്ല. എന്നാലും ഇത് പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാ. നമ്മൾ ഇന്ന് പൊട്ടി മുളച്ചല്ല. ഇപ്പൊ കുറച്ച് റീച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഉണ്ടായത് എനിക്കോ ഇവക്കോ അങ്ങനല്ല, ഞങ്ങൾക്ക് ഇപ്പം
ഒന്നുകൂടെ ചില ആൾക്കാർ ഒന്നുകൂടെ അറിയപ്പെട്ടു, അത്രേ ഉള്ളൂ. ആ, അല്ലാതെ നമ്മള് അമ്മേന്റെ പ്രഗ്നൻസി വെച്ച് കാശ് ഉണ്ടാക്കുന്ന അങ്ങനെയല്ല. ഞങ്ങളെ സന്തോഷം വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങളെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. മെയിൻ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പണ്ട് മുതലേ എന്ന് വെച്ചാൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ യൂട്യൂബും ഫേസ്ബുക്കും തുടങ്ങുന്നത് തന്നെ കേട്ടോ. പക്ഷെ ഉണ്ണിയണ്ണനും വർഷേച്ചിക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നേരത്തെ ഉണ്ട്. വർഷേച്ചി നേരത്തെ റീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടിക്ടോക്ക് കാലം മുതലേ ഉള്ള ഒരാളാണ് ഞാൻ. അന്നൊന്നും അറിയപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ഇടുന്നത്. ഞാൻ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞൊക്കെ തൊട്ടാണ് വീഡിയോസും കാര്യങ്ങളും ഇടുന്നത്. പക്ഷെ വർഷേച്ചിന്റെ ചേട്ടനൊക്കെ ഇതിന് മുമ്പേ ഇടുന്നത്. അതായത് എന്റെ ഹസ്ബൻഡൊക്കെ മുമ്പേ ഇടുന്നത്. ഹസ്ബൻഡ് ബൈക്കിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരുന്നു അല്ലേ. ഉണ്ണിയണ്ണന്റെ അക്കൗണ്ട് നല്ല റീച്ചുള്ള, എനിക്ക് അതില് 9K ഉണ്ടായിരുന്നല്ലേ. ആ അക്കൗണ്ടാണ് അനാമിക വിഷ്ണു എന്നാക്കി എനിക്ക് തന്നത്. ഇപ്പം കുറച്ച് റീച്ച് കയറി നിൽക്കുന്ന അക്കൗണ്ട് അത് ഉണ്ണിയണ്ണന്റെ അക്കൗണ്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് ഉണ്ണിയണ്ണ അല്ലാതെ വിഷ്ണു വിജിലന്റ് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലും അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഉണ്ണിയണ്ണും വർഷേച്ചയൊക്കെ നേരത്തെ വീഡിയോസ് ചെയ്യുന്നവരായിരുന്നു. അപ്പം അതുപോലെ കുറെ പേരുടെ മെസ്സേജും കമന്റൊക്കെ കണ്ടു. നിങ്ങളുടെയൊക്കെ സ്നേഹം സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഒരിടത്ത് പോകുമ്പോ കുറെ പേര് വന്ന് നമ്മളോട് ദൂരെന്നൊക്കെ എന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ റോഡ് ക്രോസ് ചെയ്താൽ ഇപ്പുറത്തോട്ട് വരും. ഉണ്ണിമോളെ വന്ന് എടുക്കുന്നു, ഉണ്ണിമോളുടെയൊക്കെ സ്നേഹം കാണിക്കുന്നു, അമ്മയോടും ഞങ്ങളോടും എല്ലാവരുടെയും സ്നേഹം കാണിക്കുന്നു. എല്ലാം കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷം. ഞങ്ങളിപ്പോ ഒരു വീഡിയോ ഇട്ട് അതിൽ 5 പേരെ കാണാനുള്ളെങ്കിൽ പോലും ഞങ്ങൾ വീഡിയോസ് ഇടും. താല്പര്യമുള്ളവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി അമ്മമാരും അച്ഛന്മാരും ഉണ്ട് കേട്ടോ. ഈ പ്രഗ്നൻസി വീഡിയോ ഇട്ടപ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ ജീവമാതാ ഫാമിലിയിലേക്ക് ഞങ്ങളുടെ ഈ ഒരു കുടുംബം കാണാൻ വേണ്ടി നിങ്ങൾ ഉണ്ണിമോള് കരഞ്ഞ്, അപ്പൊ അതുകൊണ്ട് ഉണ്ണിമോളെ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ബ്രേക്ക് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഈ ജീവമാതാ കാരുണ്യ ഭവൻ ഈ കുടുംബത്തിലെ നേരിട്ട് വന്ന് കാണാത്ത നിങ്ങൾ പലരും വന്ന് കാണത്തില്ല. അപ്പൊ ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വരണം. അതാ ഉണ്ണിമോളും പറഞ്ഞിരിക്കുന്നത്, വരണം. അവളും അതാണ് പറയുന്നത്, നിങ്ങളും വരണം. നമ്മളിപ്പോ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ ജീവമാത ഭയങ്കര വില്ല ഒരു എന്താ ഒരു സ്ഥലം, എന്താ അമ്മമാരെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നു, ഉൾക്കാട്ടിലാണ് എന്നൊക്കെയാണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മളെ സ്ഥാപനത്തിൽ വരണം, സ്ഥാപനത്തിൽ വന്ന് കണ്ട് ബോധ്യപ്പെടണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളുടെ അമ്മമാരെയും ഞങ്ങളെയും ഉണ്ണിമോളെയും ചിലപ്പോ പക്ഷെ ഇനി ചിലപ്പോ ഇത് ഇട്ട് കഴിയുമ്പം ഇനി കുറച്ച് നെഗറ്റീവ് വരുമായിരിക്കും, അഹങ്കാരം അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനം അങ്ങനെ എങ്ങനെയൊക്കെ വരുമായിരിക്കും. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, അവരോടാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. നെഗറ്റീവ് പറയുന്നവർക്ക് സത്യത്തിൽ പറഞ്ഞത് ഒരു കാര്യവും ഇല്ല കേട്ടോ. കാരണം അവരുടെ നെഗറ്റീവ് മനഃപൂർവ്വം പറയുന്നതല്ല, അവർക്കൊരു കണ്ടന്റ് വേണമല്ലോ, അതിനായിട്ട് പറയുന്നതാ കേട്ടോ. അത് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം തീരെ മര്യാദ ഇല്ലാത്തവരും ഉണ്ട്, അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പന്തീരാണ്ട് പട്ടീന്റെ വാല് കുഴലിട്ടാലും നേരെ ആവില്ല. അതുപോലെയാണ്. അപ്പൊ അതുപോലെയാണ് ഈ നെഗറ്റീവ് മാത്രം നോക്കിയിരിക്കുന്ന ചെതലുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ഓക്കെ, ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൊന്ന് അടിച്ചേക്കണം, കമന്റ് ഇടണം. ഓക്കെ, ടാറ്റാ.